യാത്രാവിശേഷങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചാനൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഏകദേശം ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ ഏകദേശം 700 പ്ലസ് എബവ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ 720 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഒത്തിരി പേര് ഞങ്ങളുടെ പോരായ്മകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ വഴിയൊക്കെ ഒത്തിരി പേര് ഞങ്ങളോട് ഞങ്ങളുടെ പോരായ്മകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്ന പോരായ്മകളൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പലപ്പോഴും പലതിനും മറുപടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. കേട്ടിട്ട് ഞങ്ങളെല്ലാം പോരായ്മകൾ നോക്കി ഞങ്ങൾക്കൊണ്ട് ആവുന്നതായ രീതിയിൽ ഞങ്ങൾ ഓരോ വീഡിയോയിലും തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ടുകൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിങ്ങളുടെ കമന്റുകൾക്കും നിങ്ങളുടെ ഷെയറിനും എല്ലാത്തിനും നന്ദി, ഒത്തിരി നന്ദി ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ 700 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ നിങ്ങളാണ് ഞങ്ങളെ ഇത്ര വളർത്തി ഇതാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. ക്ലിന്റ് പറഞ്ഞ രീതിയിൽ ഞാനും എല്ലാവർക്കും സപ്പോർട്ട് തന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ നിങ്ങളെ നേരിൽ കാണാം, നിങ്ങളെങ്ങനെ പരിചയപ്പെടാം, കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എങ്ങനെ നേരിൽ കാണാം, എവിടെ വെച്ച് കാണാം എന്നുള്ളതല്ല. ഞങ്ങളെ കുറിച്ച് 2 വാക്കുകൾ പറയാനും പിന്നെ എന്താ പറയുക, ഞങ്ങളെ എങ്ങനെ മീറ്റ് ചെയ്യാം, നമുക്ക് തമ്മിൽ എങ്ങനെ മീറ്റ് ചെയ്യാം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. വാട്സപ്പിൽ ഒത്തിരി പേര് ചോദിച്ചു, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ? അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തരാം. അതായത് ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല. ഞങ്ങൾ പാർട്ട്നേഴ്സാണ്, അയലോക്കക്കാരാണ്, പിന്നെന്താ പറയുക, ഫ്രണ്ട്സാണ്. ഞങ്ങൾക്കൊരു എക്സ്പോർട്ടിംഗ് കമ്പനി ഉണ്ട്, നക്ഷത്ര ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി ഉണ്ട്. എക്സ്പോർട്ടിംഗ് കമ്പനി ഞങ്ങൾ 2 പേരും കൂടെ പാർട്ണർഷിപ്പിലാണ് നടത്തുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു ടൂർ കമ്പനി ഉണ്ട്, ഒരു ടൂർ ഗൈഡൻസിന്റെ ഇതായ. അത് രണ്ടും വലിയ വ്യാപകമായിട്ട് നടത്തുന്ന കമ്പനികളല്ല. ഞങ്ങൾ 2 പേരും മാത്രം, ഞങ്ങൾ 2 പേരും ഓപ്പറേറ്റ് ചെയ്ത് നടത്തുന്ന കമ്പനികളാണ്. വേറെ സ്റ്റാഫുകളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ തന്നെ നമ്മുടേതായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന 2 കമ്പനികളാണ്. ഒന്ന് ടൂറും, ഒന്ന് നക്ഷത്ര ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ടൂറും, നക്ഷത്ര ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിംഗ് കമ്പനി. അപ്പോൾ ഈ കമ്പനികളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഞങ്ങൾ കേരളം മുഴുവൻ, ഞങ്ങൾ 2 പേരും കൂടെ കേരളം മുഴുവനുള്ള കേരളത്തിന് പുറത്തൊക്കെ യാത്ര ചെയ്യാറുണ്ട്. അതാണ് കൂടുതലും കേരളം മുഴുവൻ ഒത്തിരി യാത്രകൾ നടത്താറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഞങ്ങൾ ഈ കേരളം മുഴുവൻ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാറുണ്ട്. 14 ജില്ലകളിൽ കൂടെ ഞങ്ങളൊരു 3-4 മാസം കൊണ്ട് ഞങ്ങൾ കവർ ചെയ്ത് വരാറുണ്ട്. കേരളത്തിന് പുറത്തും യാത്രകൾ, ഇന്ത്യയുടെ പാൻ ഇന്ത്യ ഞങ്ങൾ യാത്രകൾ നടത്താറുണ്ട്. എന്നാലും കൂടുതലും കേരളത്തിലാണ് നമ്മുടെ എന്താ പറയുക, ഞങ്ങളുടെ കൂടുതലും ട്രേഡ് ചെയ്യുന്നത്, അതായത് എക്സ്പോർട്ടിൽ ചെയ്യുന്നത് സ്പൈസസ് ആണ്. സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ഈ സ്പൈസസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലാണ്. ഒന്ന് വയനാട്ടിലും മറ്റൊന്ന് ഇവിടെ ഇടുക്കിയിലും. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കൊല്ലം വന്ന് കശുവണ്ടി എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പല എക്സ്പോർട്ടിൻ്റെതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഒരു ഐറ്റം ഹണിയാണ്. അപ്പൊ ഈ ഹണി എന്ന് വെച്ചാൽ തേൻ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാട്ടുതേനുണ്ട്, സാധാ തേനുണ്ട്, ചെറുതേനുണ്ട്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ അച്ചാറുകൾ, പല നാട്ടിലും പല അച്ചാറുകളുണ്ട് ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ ആ രീതിയിലുള്ള അച്ചാറുകൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഹണി ഞങ്ങൾ എടുക്കുന്നത് കൂടുതലും വയനാട് അല്ലെങ്കിൽ ഇടുക്കി, കണ്ണൂര് ഭാഗങ്ങളിൽ നിന്നാണ്. അവിടെയൊക്കെയാണ്, ശ്രീകണ്ഠാപുരം ഭാഗത്തൊക്കെയാണ് കൂടുതൽ ഹണി കിട്ടുന്നത്. അപ്പോൾ പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എടുക്കാറുണ്ട്. എന്നാൽ കൂടുതലും നമ്മൾ കേരളത്തിന്റെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ എൻകറേജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് കൂടുതൽ പ്രൊഡക്ട്സ് എടുക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ ഇല്ലാത്ത ഒരു ഐറ്റം മറ്റുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടായിട്ടും ഇപ്പൊ അവൈലബിൾ അല്ലെങ്കിൽ മാത്രമാണ് ഞങ്ങൾ പുറത്തുനിന്ന് എടുക്കുള്ളൂ. കൂടുതലും ഞങ്ങളിപ്പോ കേരളത്തിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. കാരണം കേരളത്തിൻ്റെതായ സ്പൈസസ് ആണ് നമ്മുടെ ലോകം മുഴുവൻ ഫേമസ്, കുരുമുളക്, ഏലം ഒക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും എന്താ പറയുക, എക്സ്പോർട്ടിൽ നമ്മൾ കയറ്റിവിടുന്നത്. ഞങ്ങൾക്ക് ഒരു ചാനൽ കൂടി ഉണ്ട്. ഈ യാത്രാവിശേഷങ്ങളല്ലാതെ ഞങ്ങൾക്ക് അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു ചാനലാണ്. ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് ആ ചാനൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അത് ഹൊറർ ഗെയിമാണ്. അതിലും കുറച്ച് ആളുകളുണ്ട്. പിന്നെ അതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറർ സംബന്ധമായിട്ടുള്ള കണ്ടന്റുകളാണ് ഞങ്ങൾ അതിൽ ഇടുന്നത്.
ഇനി അതിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള കണ്ടന്റ് പറയുവാണെങ്കിൽ നമുക്ക് ഇടാൻ ശ്രമിക്കാം. പിന്നെ അതിൽ എന്താ പറയുക, ഹൊറർ പേടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ അതിൽ ഇട്ടിട്ടില്ല. എല്ലാവർക്കും ഹൊറർ എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്, എല്ലാവരും വേണ്ട ഞങ്ങൾക്ക് പേടിയാവും, ഞങ്ങളത് കാണുന്നില്ല എന്നൊക്കെ പറയും ആരോടെങ്കിലും പറഞ്ഞാൽ തന്നെ. അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല. അതിൽ അത്യാവശ്യം അറിയാൻ സംബന്ധമായുള്ള കാര്യങ്ങൾ അതാണ് ഞങ്ങൾ അതിലിട്ടിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അതിൽ കയറി കഴിഞ്ഞാൽ, ഹൊറർ ഗെയിമിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി അതിൻ്റെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്, ആ വാട്സപ്പ് നമ്പറും ഇതിൽ വച്ചേക്കാം. ഈ ഇപ്പോൾ യാത്രാവിശേഷങ്ങളുടെ വാട്സപ്പ് നമ്പർ അല്ല കേട്ടോ, അത് വേറൊരു നമ്പറാണ്. ആ നമ്പർ ഇതിൽ കൊടുത്തേക്കാം. പിന്നെ ഹൊറർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഓജോ ബോർഡിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓജോ ബോർഡിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് ഉണ്ടെങ്കിൽ അത് കണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്കും അതേ അനുഭവങ്ങൾ തന്നെ ഉണ്ടാവും. അതൊരു ഗെയിമായിട്ടാരും കളിക്കാൻ ശ്രമിക്കേണ്ട, അത് ഗെയിമല്ല. അതിനോട് താല്പര്യമുണ്ടെങ്കിൽ, ഓജോ ബോർഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ. ഒരു ഭാഗ്യപരീക്ഷണമൊന്നും ആരും ചെയ്തേക്കരുത്. പിന്നെ ഞങ്ങൾക്കൊരു ടൂർ കമ്പനിയുണ്ട്. ടൂർ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യാപകമായിട്ടൊന്നും നടത്തുന്നതല്ല, വളരെ ടൂർ ഗൈഡ് പോലെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അത് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ടൂറിൻ്റെ ഭാഗമായിട്ടും ടൂർ കമ്പനിയുടെ ഭാഗമായിട്ടും ഞങ്ങൾ ഈ കേരളം മുഴുവൻ, ഞങ്ങൾ കൂടുതലും കേരളത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കേരളം മുഴുവൻ തന്നെ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ രമ്യ പറഞ്ഞിരുന്നല്ലോ നമുക്ക് 2 യൂട്യൂബ് ചാനലുകൾ ഉണ്ടെന്ന്. ഈ 2 യൂട്യൂബ് ചാനലുകൾക്കും നമ്മൾ 2 വാട്സപ്പ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൊററിൻ്റെ വാട്സപ്പ് നമ്പർ 94 46 81 45 04 9446 814504. പിന്നെ അടുത്തത് യാത്രാവിശേഷത്തിൻ്റെ വാട്സപ്പ് നമ്പർ, അത് 9605617157, അതായത് 96 05 61 71 57. ഇതാണ്. അപ്പോൾ ഈ നമ്പറുകളിലോട്ട് നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പരമാവധി എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എന്നിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മറുപടിക്കായി വാട്സപ്പിൽ ചോദിക്കുക. വെറുതെ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും പലരും ചോദിക്കുന്നുണ്ട്. എന്താ പറയുക, 18+ കണ്ടന്റ്സ് ഉണ്ടോ എന്നാണ് കുറേ പേർക്ക് അറിയേണ്ടത്. ഇതിൽ ഏകദേശം വരുന്ന ഒരു 50% ആൾക്കാർ അറിയേണ്ടത് 18+ കണ്ടന്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന്. ഞങ്ങൾ അത്തരം വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ അത്തരം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, ഒരു കാര്യം. 2, അത്തരം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ഞങ്ങൾ അത്തരം വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരല്ല, നമ്മളത് ചെയ്യില്ല. അപ്പോൾ അത്തരം സംശയങ്ങൾ ചോദിക്കാതിരിക്കുക. പലരും നമ്മുടെ യൂട്യൂബ് ചാനലുകളിലായാലും വാട്സപ്പിലായാലും വന്നിട്ട് വിദേശയാത്ര നടത്താനാണ് നോക്കുന്നത്. നടക്കുകയില്ല. നമ്മുടെ സെറ്റപ്പ് അതേ അല്ല. വിദേശയാത്ര നടത്താനാണെങ്കിൽ ഗൂഗിളിൽ തിരഞ്ഞു കഴിഞ്ഞാൽ 1000 സൈറ്റുകൾ കിട്ടും, കോടിക്കണക്കിന് വീഡിയോസ് കിട്ടും. അവിടെയൊക്കെ പോയിരുന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ചാനലിൽ വന്നിരുന്നിട്ട് അങ്ങനെ വിദേശയാത്ര നടത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഇനി ഞങ്ങളെ കാണുന്നതിനെ കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. ഞങ്ങളെ കാണുന്നെങ്കിൽ കുറേ ആൾക്കാർ വാട്സപ്പിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എങ്ങനെ നിങ്ങളെ കാണാം, നേരിട്ട് മീറ്റ് ചെയ്യാം. അതിനെക്കുറിച്ചാണെങ്കിൽ ഞങ്ങൾ 14 ജില്ലകളിലും വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നല്ല വീഡിയോസ് നമുക്ക് പറ്റിയ കണ്ടന്റ് ഉണ്ടെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങളവിടെ വന്ന് വീഡിയോസ് എടുക്കും. മറ്റൊരു കാര്യം, ഞങ്ങൾ പറഞ്ഞിരുന്നില്ല എക്സ്പോർട്ട് കമ്പനി അതുപോലെ തന്നെ ടൂർ കമ്പനിയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഈ ടൂർ കമ്പനിയുടെ എക്സ്പോർട്ട് കമ്പനിയുടെ ഒക്കെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ കേരളം മുഴുവൻ തന്നെ യാത്ര ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഈ യാത്ര ചെയ്ത് വരുമ്പോൾ അവിടുന്ന് ഞങ്ങൾ വീഡിയോയും പകർത്തും. അപ്പോൾ ഞങ്ങൾ ഓരോ നാടുകളിൽ കൂടെ വരുമ്പോൾ ഞങ്ങൾ മുൻകൂട്ടി അറിയിക്കാം ഒരു ഇന്ന ജില്ലയിൽ ഞങ്ങൾ വരുന്നുണ്ട് എന്ന്. അപ്പോൾ ആ ജില്ലയിൽ നിന്ന് ഉള്ള ആൾക്കാർക്ക് ഞങ്ങളെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ, അപ്പോൾ ഞങ്ങളുമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും മറുപടി നൽകുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ വീഡിയോയ്ക്ക് പറ്റിയ ഒരു സ്പോട്ട്, അതായത് നല്ല കാഴ്ചകളും ഒക്കെ ഉള്ള നല്ലൊരു സ്പോട്ടായിരിക്കണം. അപ്പം നല്ലൊരു സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിരുന്ന് ആ വീഡിയോ എടുക്കുകയും അന്നൊരു ദിവസം നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും നമുക്ക് ഒരുമിച്ച് പോയി ആ വീഡിയോ എടുക്കുകയും ആ വീഡിയോയിൽ നിങ്ങൾക്കും കൂടെ ഉൾപ്പെടുകയും ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക.
അല്ല നമ്മളുമായിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്ത് ഒരു കോഫി കുടിച്ച് പിരിയാൻ, അതിലും ഞങ്ങൾ ഓക്കെയാണ്. നമ്മൾ ഒരു ഫ്രണ്ട്സിനെയും നമ്മൾ പിണക്കാറില്ല. ഇപ്പൊ ചിലർക്ക് വീഡിയോയിൽ ഉൾപ്പെടാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ വീഡിയോയിൽ ഉൾപ്പെടാൻ താല്പര്യം ഇല്ലാത്തവരെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കണ്ട് വഴിയിൽ വെച്ച് കണ്ട് നമുക്കൊരു കോഫിയൊക്കെ കുടിച്ച് നമുക്ക് സന്തോഷമായിട്ട് പിരിയാം, എന്നും നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിലും ഞങ്ങള് എന്താ പറയാ, നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യും. ഞങ്ങൾ ആ വഴി വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു കോഫി കുടിക്കുന്ന ആ ഒരു മീറ്റിംഗ് ആണെങ്കിൽ പോലും നമുക്കൊരു വീഡിയോയിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം. അപ്പൊ നമുക്ക് ഞങ്ങൾ ആ വഴി വരുമ്പോൾ നിങ്ങളുമായിട്ടുള്ള വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ അതിന് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം നമ്മളുമായിട്ട് മെസ്സേജ് അയക്കാം. അല്ല വെറുതെ കാണാനാണെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അല്ല നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ നല്ല സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ ആ സ്പോട്ടുകൾ നിങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പിൽ എന്താ പറയുക ഫോട്ടോസ് ആയിട്ട് അയച്ചു തരുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ആ റൂട്ടിൽ വരുമ്പോൾ ഞങ്ങൾ അറിയിക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച്, അതായത് നിങ്ങളുടെ ഫ്രീ നോക്കിയിട്ട് ഞങ്ങൾ ആ ദിവസം അവിടെ വന്ന് നിങ്ങളെയും കൂടെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വീഡിയോ ചെയ്തതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനിയും ഞങ്ങളെ വീണ്ടും സപ്പോർട്ട് ചെയ്യണമെന്നും ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നും ഞങ്ങൾ പറയുകയാണ്. നമുക്ക് അമേരിക്കൻ ടൈം അല്ല കേട്ടോ, നമുക്ക് ഇന്ത്യയുടെ ടൈമാണ് ഉള്ളത്. അതുകൊണ്ട് ഒരുപാട് ടൈം വെളുപ്പിന് 2 മണിയിലും 3 മണിയിലും ഒന്നും ആരും വാട്സപ്പിൽ വന്നിരിക്കരുത്. നമുക്ക് വേറെ ജോലികളൊക്കെ ഉള്ള ഒരാൾക്കാരാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് രാവിലെ 9 മണി വരെ രാത്രി ഒരു 12 മണി വരെ വാട്സപ്പിൽ ആക്റ്റീവായിരിക്കും. ആ സമയത്ത് എല്ലാവരും വന്നിട്ട് ചാറ്റ് ചെയ്യാനും സംസാരിക്കാനും ശ്രമിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാട്സപ്പിൽ ചോദിക്കാതിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് നമ്മളെ മീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ വീഡിയോസിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പരമാവധി വീഡിയോയുടെ കമന്റ്സ് നമ്മൾ യൂട്യൂബിലാണ് പ്രതീക്ഷിക്കുന്നത്, വാട്സപ്പിനെക്കാളും. അപ്പോൾ യൂട്യൂബിൽ കമന്റ് ഇടാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ഞങ്ങളുടെ വീഡിയോ മോശമാണെങ്കിൽ മോശമാണെന്നില്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണം, നെഗറ്റീവ് കമന്റ് ആണ്. ഞങ്ങളുടെ അടുത്ത് നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ നെഗറ്റീവ് ഇടുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും. അതിനൊക്കെ ഞങ്ങൾ ഓക്കെയാണ്. നിങ്ങൾക്ക് നെഗറ്റീവ് ആണ് ഇടാൻ തോന്നുന്നെങ്കിൽ നെഗറ്റീവ് ഇടുക, പോസിറ്റീവ് ആണ് ഇടാൻ തോന്നുന്നെങ്കിൽ പോസിറ്റീവ് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് ഇടുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല എന്നിടുക. അപ്പോൾ നിങ്ങളുടെ കമന്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വാട്സപ്പിൽ വന്ന് കമന്റ് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ യൂട്യൂബിൽ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു സപ്പോർട്ടായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും സജഷൻ ആയിക്കോട്ടെ, അത് പറയാനുണ്ടെങ്കിൽ ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ തുടക്കക്കാരാണ്. അപ്പോൾ എങ്ങനെയായാലും ഞങ്ങളുടെ വീഡിയോസിൽ ഫൗളുകൾ ഉണ്ടാവും, എന്താ പറയുക, നെഗറ്റീവ്സ് ഉണ്ടാവും. അത് ഞങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നു. രമ്യ പറഞ്ഞ പോലെ നമുക്ക് 2 വാട്സപ്പ് നമ്പർ ഉണ്ട്. 2ഉം അമേരിക്കൻ ടൈം അല്ല, അല്ലെങ്കിൽ അമേരിക്കൻ സംസ്കാരത്തിലുള്ള കാര്യങ്ങളോ അല്ല നമ്മൾ ഇതിനകത്തൂടെ സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കാണിക്കുകയോ ചെയ്യുന്നത്. അതൊന്നുമല്ല നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ സംസ്കാരത്തിലൂന്നിയ കാര്യങ്ങളാണ് എന്താ പറയുക, യൂട്യൂബിലായാലും വാട്സപ്പിലായാലും സംസാരത്തിലും ഈ വീഡിയോയിലും ഒക്കെ കാണിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ, സഭ്യമായ രീതിയിലുള്ള ഭാഷകളൊക്കെ എന്താ പറയാ, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാത്ത വാക്കുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ രീതിയിൽ പറയേണ്ടി വരുന്നത്. സഭ്യമല്ലാത്ത കാര്യം, ലേഡീസിനോടുള്ളൊരു റെസ്പെക്റ്റ് ഒക്കെ കാണിക്കാം. നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങള് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങളോട് അല്ലെങ്കിൽ എന്നോട് അങ്ങനെ കാണിക്കാമല്ലോ. ആ രീതിയിലുള്ള സംസാരമല്ല, അല്ലാത്ത സംസാരങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ വീഡിയോയിലേക്ക് വന്നിരുന്ന് സംസാരിക്കേണ്ടി വന്നത്.